നമസ്കാരം. വ്യാപാര യുദ്ധത്തിൽ ട്രംപ് ഇനി എന്ത് ചുവടുവയ്പ്പാണ് നടത്തുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് എമ്പാടുമുള്ളവരും, പ്രത്യേകിച്ച് ഇന്ത്യ. കാരണം ഇന്ത്യക്കെതിരെ ഒരു പ്രതികാര ബുദ്ധിയോടെയാണ് ട്രംപ് നീങ്ങുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ ഇന്ത്യക്ക് നേരിയ പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം പറയുന്നു, ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദം ആണ് പുലർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ്റെ ഉറ്റ സുഹൃത്താണ്, അദ്ദേഹം ഒരു മഹാനായ പ്രധാനമന്ത്രിയാണ്. ആകെയുള്ള അഭിപ്രായ വ്യത്യാസം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കാര്യത്തിലാണ്. അതിലെനിക്ക് കടുത്ത നിരാശയുണ്ട്. ഇന്ത്യക്കെതിരെ വലിയ നികുതി ഭാരം ചുമത്തിയിട്ടും വീണ്ടും വലിയ തോതിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നു. അതിലെനിക്ക് നിരാശയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദിയും അതിനനുഗുണമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ അതേ മനോവികാരം തന്നെയാണ് തനിക്കുമുള്ളത്. ട്രംപ് പറഞ്ഞത് അതേപോലെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് നരേന്ദ്രമോദി നടത്തിയത്. അപ്പോൾ നമ്മൾ കരുതിയത് രണ്ട് നേതാക്കളും തമ്മിലുള്ള ഭിന്നത മാറുന്നു, ഒരു മഞ്ഞുരുകൽ സാധ്യമാണ്, വലിയ താമസമില്ലാതെ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ വ്യാപാര യുദ്ധം അത് പിൻവലിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ത്യ മൊത്തത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്താകുമോ എന്നുള്ള ആശങ്ക വീണ്ടും വരികയാണ്. കാര്യം ഈ ട്രംപ് ഓന്തിന് നിറം മാറുന്ന പോലെയാണ് നിലപാടുകൾ എടുക്കുന്നത്. നേരത്തെ മോദിയെ സുഖിപ്പിക്കുന്ന തരത്തിലൊക്കെ പ്രതികരിച്ച ട്രംപ് ഇപ്പോൾ നേരെ ഘടകവിരുദ്ധമായിട്ട് മാറുന്നു. ഇന്ത്യക്കെതിരെ കൂടുതൽ നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കൃത്യമായ കാരണം അമേരിക്കയ്ക്കുണ്ട്. കാരണം ഇതുവരെ ചുമത്തിയ 50% നികുതി ചുമത്തിയിട്ടും ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് ഇന്ത്യ വഴങ്ങുന്നില്ല. ഇന്ത്യ റഷ്യയുമായി കൂടുതൽ സഹകരിക്കുന്നു, കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയുമായി വാങ്ങുന്നതിനുള്ള കരാർ ഒപ്പിടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ വലിയ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇതേ സമയം തന്നെ ട്രംപ് ഇതിനോടകം തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഈ ഇളവുകൾ വരുന്ന നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ പ്രാവർത്തികമാകും. 45-ലധികം ഉൽപ്പന്നങ്ങൾക്ക് നികുതി രഹിതമായി അമേരിക്കയിലേക്ക് എത്താനായിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, ഉറപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അത് ഏറിയ പങ്കും അമേരിക്കയിൽ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം സാധ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നികുതി രഹിതമായി എത്തിക്കാനായിട്ടുള്ള തീരുമാനം ട്രംപ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിൽ വലിയ രീതിയിൽ ദൗർലഭ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ ചില കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തീരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയേ തീരൂ. അപ്പോൾ ആ ഇനങ്ങൾക്കാണ് നികുതി രഹിതമായി അങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ള ഇളവ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്: പ്രകൃതിദത്ത ഗ്രാഫൈറ്റ്, നിയോസൈമിയം കാന്തങ്ങൾ, LED-കൾ, സോളാർ പാനൽ ഘടകങ്ങൾ, പ്ലാസ്റ്റിക്, പോളിസിലിക്കോൺ, നിക്കൽ, സ്വർണം, ജനറിക് മരുന്നുകൾ, രാസവസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, പേറ്റൻ്റ് ഇല്ലാത്ത മരുന്നുകൾ തുടങ്ങിയ ഇനങ്ങൾക്കാണ് ട്രംപ് നികുതി ഇളവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൻ്റെ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് ജപ്പാനാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ ജപ്പാനും ഇന്ത്യക്ക് സമാനമായ ഒരു നിലപാടാണ് എടുത്തിരുന്നത്. ജപ്പാനെതിരെയും അമേരിക്ക ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു താരിഫ് ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ജപ്പാൻ അതിന് വഴങ്ങിക്കൊടുക്കുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് നിൽക്കുന്നില്ല. ഇന്ത്യ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ജപ്പാനും സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് പോകുന്ന വഴിയിൽ ജപ്പാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ സമയം തന്നെ ജപ്പാൻ ഒരു നിർണായക ചുവടുവെപ്പ് നടത്തിയിരുന്നു. അമേരിക്കയുമായി വ്യാപാര സംബന്ധിച്ച അല്ലെങ്കിൽ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി നിയോഗിക്കപ്പെട്ട റയോസി അക്കസാവ എന്ന് പറയുന്ന ജപ്പാൻ്റെ പ്രതിനിധി അമേരിക്കയിലോട്ടുള്ള സന്ദർശനം റദ്ദാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയായിരുന്നു അവർ ആ തീരുമാനമെടുത്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്നുള്ളതുകൂടി വീക്ഷിക്കാനായിരുന്നു ജപ്പാൻ ആഗ്രഹിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ നടപടിയെ റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല, ജപ്പാൻ അമേരിക്കയിൽ ഏതാണ്ട് $550 ബില്യൺ നിക്ഷേപം നടത്താനായിട്ടും വാഗ്ദാനം കൊടുത്തിരുന്നു. അമേരിക്കയെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടിയും ഈ നിക്ഷേപ പദ്ധതിയുമായിട്ടുള്ള നടത്തിപ്പും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നായിരുന്നു ജപ്പാൻ സ്വീകരിച്ചിരുന്നത്. അതിന് ജപ്പാന് ന്യായീകരണമുണ്ട്. കാരണം ഈ നടത്തുന്ന നിക്ഷേപത്തിൻ്റെ 90% ലാഭവിഹിതം അമേരിക്ക കൈയടക്കും എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അത് ജപ്പാന് സ്വീകാര്യമായിരുന്നില്ല. ജപ്പാൻ എടുത്ത നിലപാട് ഈ നിക്ഷേപം നടത്തുന്നതിൻ്റെ വരുമാനം തുല്യമായി വീതിക്കണം
എന്നുള്ളതായിരുന്നു ജപ്പാൻ്റെ നിലപാട്. പക്ഷേ അമേരിക്ക അതിന് വഴങ്ങിയില്ല. ഈ കാരണം കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ജപ്പാൻ ആ ഒരു നിലപാടെടുത്തത്. പക്ഷേ ഇപ്പോൾ ജപ്പാനും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ സാധ്യമായി. അതുകൊണ്ട് തന്നെ ജപ്പാന് വലിയ രീതിയിലുള്ള ഇളവുകൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവുകളുടെ ഏറ്റവും വലിയ ആനുകൂല്യം കിട്ടുന്നത് ജപ്പാനാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ ജപ്പാൻ എന്ന് പറയുന്നത് ഈ സാങ്കേതിക രംഗത്ത് ഒരുപാട് മുന്നേറുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ ചൈനയ്ക്ക് സമാനമായി ജപ്പാൻ നിർമ്മിത ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ ലോക വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ഇളവുകൾ അല്ലെങ്കിൽ ഒരു 45 ഇനം ഉൽപ്പന്നങ്ങൾ നികുതിരഹിതമായി അമേരിക്കയിൽ വിൽക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ ട്രംപ് നൽകുന്നുണ്ട്. അപ്പോൾ അതിലേറിയ പങ്കും ജപ്പാൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കടന്നുകൂടിയത് ജപ്പാന് വലിയ അനുഗ്രഹമായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ജപ്പാൻ നിർമ്മിത ഓട്ടോമൊബൈലുകൾ, വാഹനങ്ങൾ, അതിൻ്റെ വാഹനങ്ങൾക്കും അതിൻ്റെ ഭാഗങ്ങൾക്കും സ്പെയർ പാർട്സിനുമൊക്കെ നേരത്തെ 27.5% നികുതിയാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 15% കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജപ്പാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തലായി, അല്ലെങ്കിൽ പരസ്പര സൗഹൃദത്തിലായി എന്ന് ഒരു സ്ഥിതി വന്നു. അപ്പോൾ നേരത്തെ അവർ ഫ്രീസ് ചെയ്ത അമേരിക്കയിലുള്ള $550 ബില്യൺ നിക്ഷേപം ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ജപ്പാൻ്റെ തീരുമാനം. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ജപ്പാനും അമേരിക്കയുമായിട്ട് ഈ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു. രണ്ടുപേരും ഏതാണ്ട് ഒരു ശത്രുതാ മനോഭാവത്തോടെ നിലകൊണ്ടിരുന്നു. സമാനമാണ് ഇന്ത്യയുടെയും കാര്യം. ഇന്ത്യയും അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ സംബന്ധിച്ച് തർക്കമുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു വ്യാപാര യുദ്ധം തന്നെ നടക്കുന്നു. പക്ഷേ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചാൽ ജപ്പാന് കിട്ടിയതിന് സമാനമായ ഒരു പരിഗണന ഇന്ത്യക്കും തീർച്ചയായും കിട്ടും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ ജപ്പാൻ്റെ ഈ അനുഭവം നമ്മളോട് പറയുന്നത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് ഒരു മുൻധാരണ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹം മുൻപിൻ നോക്കാതെ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്, അല്ലെങ്കിൽ ചൈനയുമായിട്ട് കൂടുതൽ സഖ്യത്തിൽ ഏർപ്പെടുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ഇരുണ്ട ചൈനയുടെ ഭാഗത്തേക്ക് ഇന്ത്യയും റഷ്യയും പോയി, അല്ലെങ്കിൽ അവരുടെ പിടിയിലായി എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം. അത് ഇന്ത്യക്കും റഷ്യയ്ക്കും വളരെ ശോഭനമായ ഭാസുരമായ ഭാവി ഞാൻ നേരുന്നു എന്നുള്ള പരിഹാസ രൂപേണയാണ് ഇന്ത്യ റഷ്യ ചൈന സഖ്യത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ നിരന്തരമായി വാങ്ങുന്നു, അതിൽ തനിക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തു. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ANIക്ക് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പോൾ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കും, അല്ലെങ്കിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങും. റഷ്യ അതിനനുഗുണമായി തന്നെ ഇന്ത്യക്ക് കൂടുതൽ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയെ വിട്ടുകൊണ്ട് അമേരിക്കയുമായി ചങ്ങാത്തത്തിനില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കും, ഏതായാലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാര്യം അങ്ങനെ തയ്യാറാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വേണ്ടെന്ന് വെക്കുന്ന തരത്തിൽ അദ്ദേഹം നിലപാടിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ എന്താകും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിൻ്റെ തൽസ്ഥിതി എന്നുള്ളത് കൗതുകപൂർവ്വം കാത്തിരിക്കേണ്ട സംഗതിയാണ്.